യുവർ പ്രോ ആക്റ്റീവ് ബ്രെയിൻ. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള ബുദ്ധി ദൈവമായിട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ ബുദ്ധിയുടെ ആ ബ്രെയിനിൻ്റെ ശരിക്കും നല്ലൊരു കപ്പാസിറ്റി വരെ നമ്മളതിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ബ്രെയിനിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റും. അത് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബ്രെയിനിനെ, ഈ ഒരു വരദാനത്തെ നമുക്ക് എങ്ങനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിന് സഹായകരമായിട്ടുള്ള ഒരു 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ധാരാളം വർക്ക് കൊടുക്കുക സ്ഥിരമായിട്ട്. നമുക്കറിയാം, നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്യുന്നില്ല, ഒരു പണിയും എടുക്കുന്നില്ല, വെറുതെ തന്നെ ഒരു ദിവസം മൊത്തം ഇരിക്കുകയാണെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസിൽസ് വീക്കാവും, നമ്മുടെ ആക്ടിവിറ്റി മൊത്തം പ്രശ്നമാവും. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പല പല ബുദ്ധിമുട്ടുകൾ വരും എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഈ ഒരു തലച്ചോറിന് വ്യായാമം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഈ വ്യായാമം കൊടുക്കുക എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ധാരാളം ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഫീൽഡിനെ കുറിച്ച് ധാരാളം ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഭാവിയിലേക്ക് ആവശ്യകമായി വരുന്ന പല ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഒരു കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് എത്ര വേണമെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് വായിച്ചെടുക്കാനൊക്കെ ധാരാളം നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മുടെ ബ്രെയിനിൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബ്രെയിനിന് നല്ലൊരു എക്സസൈസ് കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബോറോ ഫ്രം അതേഴ്സ്. ഈ ബോറോ എന്ന് ഉദ്ദേശിച്ചത് കാശ് കടം ചോദിക്കുക എന്നുള്ളതല്ല. നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിച്ച് ഇടപഴകി അവരിൽ നിന്നും മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത മഹത് വ്യക്തികളുടെ ജീവിതാനുഭവം നമുക്ക് വായിച്ചെടുക്കാവുന്നതുമാണ്. കാരണം അവർ അനുഭവിച്ചിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും വന്നേക്കാവുന്നതാണ്. അപ്പോൾ അവരതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളത് ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തികളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ലാത്ത മഹത് വ്യക്തികളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിന് പകരം അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നതിന് പകരം ഈ കിട്ടിയ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. നമ്മൾ ഒരു എക്സസൈസ് കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ പല സ്ഥലങ്ങളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ നമുക്ക് റീകളക്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു എക്സസൈസ് കൂടെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക.